ഹായ്, ഞാൻ അഭിലാഷ് റായറോത്ത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓഡിറ്റ് നോട്ട്ബുക്ക് എന്താണെന്നുള്ളതാണ്. നമുക്ക് നോക്കാം. വാട്ട് ഈസ് ഓഡിറ്റ് നോട്ട്ബുക്ക്? സോ ഓഡിറ്റ് നോട്ട്ബുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് മെയിൻറ്റെയിൻഡ് ബൈ ദ ഓഡിറ്റ് സ്റ്റാഫ്. ഓഡിറ്റ് സ്റ്റാഫാണ് ഇത് റെക്കോർഡ് ചെയ്യുന്നത്, മെയിൻറ്റെയിൻ ചെയ്യുന്നത്. എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ ടു റെക്കോർഡ് ദ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്, ഒബ്സർവ്ഡ്, എറേഴ്സ്, subsequent queries, explanation and clarification to be received from the client. അതായത് ഒരു ഓഡിറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ക്ലയൻറ്റിൻ്റെ അടുത്തുനിന്ന് അല്ലെങ്കിൽ ക്ലയൻറ്റ് സ്റ്റാഫിൻ്റെ അടുത്തുനിന്ന് കിട്ടുന്ന പോയിന്റ്സ് ഒബ്സർവ് ചെയ്തത്, അല്ലെങ്കിൽ നമ്മൾ എക്സാമിൻ ചെയ്യുമ്പോൾ കണ്ടുപിടിച്ച എറേഴ്സ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട് നമുക്ക് അവരോട് ചോദിക്കാനുള്ളത്, ഡൗട്ട്ഫുൾ ക്വറീസ് ആവും, ചിലപ്പോൾ അവർ തന്ന എക്സ്പ്ലനേഷൻ ആവും, ചിലപ്പം ക്ലാരിഫിക്കേഷൻസ് ആവും. സോ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഡയറിയിൽ, ഒരു ബുക്കിൽ നമ്മൾ എഴുതി വെക്കുകയാണെങ്കിൽ ദാറ്റ്സ് കോൾഡ് ഓഡിറ്റ് നോട്ട്ബുക്ക്. ഓക്കെ, ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഓഡിറ്റ് മെമ്മോറാണ്ടം. ഇതിനെ ഓഡിറ്റ് മെമ്മോറാണ്ടം എന്നും അറിയപ്പെടുന്നു. അടുത്താണ് കണ്ടന്റ്സ് ഓഫ് ആൻ ഓഡിറ്റ് നോട്ട്ബുക്ക്. ഓഡിറ്റ് നോട്ട്ബുക്കിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്, മെയിനായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ലിസ്റ്റ് ഓഫ് ദ ബുക്സ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻഡ് ബൈ ദ ക്ലയൻറ്റ്. ഇപ്പോൾ ഏതൊക്കെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആണ് ക്ലയൻറ്റ് സ്റ്റാഫ് അല്ലെങ്കിൽ ക്ലയൻറ്റ് കീപ്പ് ചെയ്യുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും. ദ നെയിം ഓഫ് പ്രിൻസിപ്പൽ ഓഫീസേഴ്സ്, ദെയർ പവർ, ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി. ആരൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ഓഫീസേഴ്സ്, അവരുടെ ഡ്യൂട്ടി എന്താണ്, പവർ എന്താണ്, റെസ്പോൺസിബിലിറ്റീസ് എന്താണ്, അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും. ടെക്നിക്കൽ ഡീറ്റെയിൽസ് ഓഫ് ദ ബിസിനസ്സിൻ്റെ ടെക്നിക്കൽ ഡീറ്റെയിൽസ് അവിടെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടാവും. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ദ പോയിന്റ് വിച്ച് റിക്വയർ ഫർദർ എക്സ്പ്ലനേഷൻ ആൻഡ് ക്ലാരിഫിക്കേഷൻ. ഫർദർ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ക്ലാരിഫിക്കേഷൻ എന്താണ്, ആ പോയിന്റ്സ് നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ടാവും. പിന്നെ എന്തെങ്കിലും വൗച്ചേഴ്സ് മിസ്സായിട്ടുണ്ടെങ്കിൽ അത് റെക്കോർഡ് ചെയ്ത് വെക്കും. അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നുള്ളതെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കുന്നു. പിന്നെ ഫ്രോഡ്സ് ആൻഡ് എറേഴ്സ് ഫൗണ്ട്. എന്തൊക്കെയാണോ ഫ്രോഡ് ഉണ്ടായത്, എന്തൊക്കെ എറേഴ്സ് ആണോ ഉണ്ടായത്, അത് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുക, നോട്ട് ചെയ്യുക. പിന്നെ ടോട്ടൽ ഓർ ബാലൻസ് ഓഫ് സർട്ടൻ ബുക്സ്. ചില ബുക്കുകളുടെ ടോട്ടൽ എഴുതുക അല്ലെങ്കിൽ ബാലൻസ് എഴുതുക. ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് വെക്കുക. അതേപോലെ തന്നെ ഏത് അക്കൗണ്ടിങ് മെത്തേഡാണ് ആ സ്ഥാപനം ഫോളോ ചെയ്യുന്നത്, പിന്നെ ഓഡിറ്റ് വർക്ക് എത്ര പ്രോഗ്രസ്സിലാണുള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഓഡിറ്റ് നോട്ട്ബുക്കിൽ വരുന്നത്. അതിനെയാണ് കണ്ടന്റ് ഓഫ് ഓഡിറ്റ് നോട്ട്ബുക്ക് എന്ന് പറയുന്നത്. അടുത്താണ് അഡ്വാൻറ്റേജസ് ഓഫ് ഓഡിറ്റ് നോട്ട്ബുക്ക്. ഇങ്ങനെ കീപ്പ് ചെയ്യുന്നതുകൊണ്ട് എന്തൊക്കെ മെറിറ്റ്സ് ആണ്, ബെനിഫിറ്റ്സ് ആണ് ഉള്ളത്. അതിലൊന്നാമത്തതാണ്, it enables the auditor record all important points which arise during the course of audit. അപ്പോൾ ഓഡിറ്റിംഗ് നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ് ഉള്ളത് അതൊക്കെ റെക്കോർഡ് ചെയ്യാൻ ഓഡിറ്റർക്ക് സാധിക്കുന്നു. രണ്ടാമത്തത്, ഇറ്റ് ആക്ട് ആസ് എ ഡോക്യുമെൻ്ററി എവിഡൻസ് ഇൻ ഫേവർ ഓഫ് ഓഡിറ്റർ ഇൻ ഫ്യൂച്ചർ. അതായത് നമ്മൾ ചെക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓൾറെഡി ഈ ഓഡിറ്റ് നോട്ട്ബുക്കിൽ അല്ലെങ്കിൽ ഡയറിയിൽ എഴുതി വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ്, ഒരു ഫ്യൂച്ചർ എവിഡൻസ് ആണ്, നമ്മളതൊക്കെ വെരിഫൈ ചെയ്ത് ഇത്രയാണ് കിട്ടിയെന്നുള്ളത് ഫ്യൂച്ചർ എവിഡൻസ് ആയിട്ട് നമുക്കത് കീപ്പ് ചെയ്യാം. പിന്നെ പറയുന്നത്, ഇറ്റ് ഹെൽപ്സ് ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട്. ഓഡിറ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. അതേപോലെ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ ഗൈഡ് ഫോർ ഓഡിറ്റ് ക്ലർക്ക് ഡ്യൂറിങ് ദ സബ്സിക്വൻറ്റ് ഓഡിറ്റ്. സബ്സിക്വൻ്റ് ആയിട്ട് ഓഡിറ്റിംഗ് ചെയ്യുന്നവർക്ക് ഇതൊരു ഗൈഡ് ആയിരിക്കും, എങ്ങനെ ചെയ്യാം, ഇതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണെന്നൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഈ ഓഡിറ്റ് നോട്ട്ബുക്കിൽ എഴുതിയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇതൊരു ഗൈഡായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ലാസ്റ്റ് വൺ, ഇറ്റ് പ്രൊവൈഡ്സ് എ കീ ടു ഇവാലുവേറ്റ് ദ എഫിഷ്യൻസി ഓഫ് ഓഡിറ്റ് സ്റ്റാഫ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഓഡിറ്റ് സ്റ്റാഫാണ് ഇത് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഓഡിറ്റർക്ക് എന്ത് ചെയ്യാം, ഇത് വെരിഫൈ ചെയ്യാം, എത്രയൊക്കെ കാര്യങ്ങളാണ് ഇവർ നോട്ട് ചെയ്തിട്ടുള്ളതെന്ന് വെരിഫൈ ചെയ്യാൻ സാധിക്കുന്നു. ഇതൊക്കെയാണ് അഡ്വാൻറ്റേജസ് ഓഫ് ഓഡിറ്റ് നോട്ട്ബുക്ക്. ലെറ്റ്സ് സീ വാട്ട് ആർ ദ ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഓഡിറ്റ് നോട്ട്ബുക്ക്. അതിലൊന്നാമത്താണ് ഫോൾട്ട് ഫൈൻഡിങ് ആറ്റിറ്റ്യൂഡ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഓഡിറ്റർ വെരിഫൈ ചെയ്യും, അതുകൊണ്ട് തന്നെ ഓഡിറ്റ് ക്ലർക്ക് എന്ത് ചെയ്യും, ഇങ്ങനെയുള്ള ഫോൾട്ട് കണ്ടുപിടിക്കാനുള്ള ഒരു വ്യഗ്രത അവർ കാണിക്കും. അതാണ് ഫോൾട്ട് ഫൈൻഡിങ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. രണ്ടാമത്തതാണ് മിസ്അണ്ടർസ്റ്റാൻഡിങ്. അപ്പം ക്ലയൻറ്റ് സ്റ്റാഫും ഓഡിറ്റ് സ്റ്റാഫും തമ്മിലൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകും. അതായത് ക്ലയൻറ്റ് സ്റ്റാഫിൻ്റെ കാര്യങ്ങൾ, തെറ്റുകൾ എഴുതി വെക്കാൻ വേണ്ടിയാണ് ഓഡിറ്റർ സ്റ്റാഫ് എന്ത് ചെയ്യുന്നത്, ഓഡിറ്റ് നോട്ട്ബുക്ക് യൂസ് ചെയ്യുന്ന ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് അവരുടെ ഇടയിലുണ്ടാകും. മൂന്നാമത്തതാണ് ഇംപ്രോപ്പർ പ്രിപ്പറേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു എവിഡൻസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ കോടതിയിൽ പോലും നമുക്കത് സബ്മിറ്റ് ചെയ്യാം, പക്ഷേ നമ്മൾ വളരെ ശ്രദ്ധിച്ച് അത് പ്രിപ്പയർ ചെയ്തില്ലെങ്കിൽ ഇത് ഓഡിറ്റർക്കുള്ള ഒരു എവിഡൻസ് ആയിട്ട് മാറും, ഓഡിറ്റർക്ക് എതിരെയുള്ള ഒരു എവിഡൻസ് ആയിട്ട് മാറും ഫോർ നെഗ്ലിജൻസ്. നാലാമത്തതാണ് അഡ്വേഴ്സ് ഇഫക്റ്റ് ഓൺ സബ്സിക്വൻ്റ് ഓഡിറ്റ്. ചില സമയത്ത് എന്തെങ്കിലും ഫോൾട്ടാണ് ഈ ഓഡിറ്റ് നോട്ട്ബുക്കിൽ എഴുതി വെച്ചതെങ്കിൽ പിന്നീട് വരുന്ന ഓഡിറ്ററും എന്ത് ചെയ്യും, ആ തെറ്റ് തന്നെ ആവർത്തിക്കുകയാണ് ചെയ്യുന്നത്.
ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.